വീട്ടിലുണ്ടായ കാവത്താണ്. അത് നമുക്ക് സാധാരണ നമ്മൾ വരികയാണ് ചെയ്യാറ്, അല്ലെങ്കിൽ പുഴുങ്ങി മുളക് ചമ്മന്തി കൂട്ടിയിട്ടാണ് കഴിക്കാറ്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് കാവത്ത് തൊലിയൊക്കെ ചെത്തി കഴുകി, കുറേ ഉണ്ട് കാവത്ത്. ഇതാണ് ഞാൻ എടുക്കുന്നത്. കഴുകി നമ്മൾ എയർ ഫ്രയറിൽ നീളനെ നോക്കിയിട്ട് നമ്മളത് പൊരിച്ചെടുക്കുക. എയർ ഫ്രയറിൽ എണ്ണ പറ്റാണ്ട്, എണ്ണയിലല്ലല്ലോ, എണ്ണ മേത്തൊന്ന് തടവി കൊടുക്കുക. അങ്ങനെ ചുട്ടെടുക്കാനാണ് പോകുന്നത്. ഉള്ളു വൈലറ്റ് കാവത്താണ്, നല്ല ടേസ്റ്റാണ് ഈ വൈലറ്റ് കാവത്ത്. ഇനി നമുക്കത് തൊലി കളഞ്ഞ് നുറുക്കിയെടുക്കാം. കാവത്തൊക്കെ തൊലി കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നീളം പീസാക്കി നമുക്ക് മുറിച്ചെടുക്കാം. കണ്ട, കാവത്തൊക്കെ നല്ല വൃത്തിയിൽ തൊലി ചെത്തി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നീളം പീസാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ നീളനെ നുറുക്കിയെടുക്കാം നമ്മൾ എല്ലാം. ഇതുപോലെ നീളം പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം നമ്മൾ ഇതേപോലെ തിരുമ്മിയെടുക്കണം. ഇതുപോലെ നമ്മൾ തിരുമ്മിയെടുക്കണം. ഇതേപോലെ നല്ലോണം മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതേപോലെ നല്ലോണം പരട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്, അറിയില്ല കേട്ടോ എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. ആദ്യമായിട്ട് ചെയ്ത് നോക്കാം. എന്താണ്, ഇനി നമുക്ക് ഇത് എയർ ഫ്രയറിൽ വയ്ക്കാം. എല്ലാം എയർ ഫ്രയറിൽ വെച്ചു. ഇനി നമുക്കത് അതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇനി മീറ്റിലിട്ടിട്ട് 35 മിനിറ്റ് 200 ഡിഗ്രിയിൽ, അത് 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് വെന്ത് വരട്ടെ. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചൂടാണ്, അപ്പോൾ നമ്മൾ മരത്തിൻ്റെ ഒരു തവി കൊണ്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇളക്കിയിട്ട് കൊടുക്കുന്നത്. നല്ല അടിയിലുള്ളതൊക്കെ നല്ലോണം മൊരിഞ്ഞ് വരല്ലോ. നമ്മൾ ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തു. കാവത്തുപ്പായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി ഇനി നമുക്കത് ഒരെണ്ണം കഴിച്ച് നോക്കാം. ടേസ്റ്റ് ഉണ്ട്, വലിയ ടേസ്റ്റൊന്നുമില്ല, കുഴപ്പമില്ല തിന്നാം. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ആക്കിയ പോലെയൊന്നുമില്ല, കുഴപ്പമില്ല തിന്നാത്തത് തന്നെയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.